നമസ്തേ. നമുക്കപ്പോ ഫോർത്ത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ചതുർത്ഥ പാഠഃ. ഫോർത്ത് ചാപ്റ്റർ. വിദ്യാലയഃ. വിദ്യാലയഃ എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂൾ. നമ്മൾ നേരത്തെ ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് എന്ന ടോപ്പിക് ഞാൻ എടുത്തിരുന്നു. അതിൽ നമ്മൾ വിദ്യാലയഃ, മമ വിദ്യാലയഃ, അതിന്റെ ചെറിയൊരു പാരഗ്രാഫ് എഴുതാൻ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ എങ്ങനെയാണ് തന്നേക്കണതെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ സെന്റൻസ് നോക്കാം. ഏഷഃ വിദ്യാലയഃ. ഇത് ഒരു സ്കൂളാണ്. ഏഷഃ എന്ന് പറഞ്ഞാൽ ഇത്. വിദ്യാലയഃ സ്കൂൾ. അത്ര ഛാത്രാഃ ശിക്ഷകാഃ ശിക്ഷികാഃ ച സന്തി. അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ, ഹിയർ. ഛാത്രാഃ സ്റ്റുഡൻസ്, ശിക്ഷകാഃ ടീച്ചേഴ്സ്, പക്ഷെ അത് മെയിലാണ്, സാറന്മാരെന്ന് പറയില്ലേ, സാറന്മാര്. ശിക്ഷികാഃ ടീച്ചേഴ്സ്, ഫീമെയിൽ. ച സന്തി. ച എന്ന് പറഞ്ഞാൽ ആൻഡ്. ഇവിടെ കുട്ടികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, സാറന്മാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. അടുത്തത് ഏഷ സംഗണകയന്ത്ര പ്രയോഗശാല അസ്തി. ഇത് ഒരു കമ്പ്യൂട്ടർ ലാബാണ്. സംഗണകയന്ത്ര പ്രയോഗശാല എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ലാബ്. സംഗണകയന്ത്രം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ, പ്രയോഗശാല എന്ന് പറഞ്ഞാൽ ലാബ്. ഏതാനി സംഗണകയന്ത്രാണി സന്ധി. സംഗണകയന്ത്രാണി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ്. ഇതൊക്കെ കമ്പ്യൂട്ടേഴ്സ് ആണ്. അടുത്ത പാരഗ്രാഫ്. ഏതത് അസ്മാകം വിദ്യാലയസ്യ ഉദ്യാനം അസ്തി. ഏതത് എന്ന് പറഞ്ഞാൽ ഇത്, അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മുടെ, വിദ്യാലയസ്യ സ്കൂളിന്റെ, ഉദ്യാനം അസ്തി. ഉദ്യാനം എന്ന് പറഞ്ഞാൽ ഗാർഡൻ. ഇത് നമ്മുടെ സ്കൂൾ ഗാർഡൻ ആണ്. ഉദ്യാനെ പുഷ്പാണി സന്ധി. ഉദ്യാനം എന്ന് പറഞ്ഞാൽ ഗാർഡനിൽ പുഷ്പാണി, കുറെ ഫ്ലവേഴ്സ് ഉണ്ട്. വയം അത്ര ക്രീഡാമഹ പഠാമഹ ച. ഞങ്ങൾ ഇവിടെ കളിക്കാറുണ്ട്. ക്രീഡാമഹ പഠാമഹ ച, ഇവിടെ പഠിക്കാറുമുണ്ട്. അടുത്ത സെന്റൻസ് നോക്കാം. റുച്ച. റുച്ച എന്ന് പറഞ്ഞ പെൺകുട്ടി. തവ നാമകിം. തവ നാമകിം എന്ന് പറഞ്ഞാൽ നിന്റെ പേരെന്താണ്? പ്രണവ് എന്ന കുട്ടിയോടാണ് ചോദിക്കുന്നത്. അപ്പൊ പ്രണവഹ, അവൻ റിപ്ലൈ തരുന്നു. മമ നാമ പ്രണവഹ. എന്റെ പേര് പ്രണവ് എന്നാണ്. തവ നാമകിം, നിന്റെ പേരെന്താണ് എന്ന് അവൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ റിച്ച പറയാണ്, മമ നാമ റിച്ച. എന്റെ പേര് റിച്ച. ത്വം കുത്ര പഠസി. നീ എവിടെയാണ് പഠിക്കുന്നത്? ത്വം കുത്ര പഠസി എന്ന് പറഞ്ഞാൽ, കുത്ര എന്ന് പറഞ്ഞാൽ എവിടെ, എവിടെ പഠിക്കുന്നു. അപ്പൊ പ്രണവ് പറഞ്ഞു, അഹം അത്ര ഏവ പഠാമി. ഞാൻ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ റിച്ച, അഹം അഭി അത്ര ഏവ പഠാമി. ഞാനും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. ഇദാനീം ആവാം മിത്രേ സ്വഹ. അപ്പോ അവള് പറഞ്ഞു, ഇദാനീം ഇന്നു മുതൽ, ഇപ്പൊ മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആണ്. മിത്രേ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഇനി ഫ്രണ്ട്സ് ആണ്. അടുത്തത് ശിക്ഷിക, ടീച്ചർ ചോദിക്കുവാണ്. ഛാത്രാഹ യൂയം കിം കുരുത. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? ഛാത്രാഹ സ്റ്റുഡൻസ് ഉത്തരം പറയുന്നു. ആചാര്യേ വയം ഗച്ഛാമഹ. ഞങ്ങൾ പോവുകയാണ്. ഗച്ഛാമഹ എന്ന് പറഞ്ഞാൽ പോവുകയാണ്. ശിക്ഷിക ടീച്ചർ വീണ്ടും ചോദിക്കുന്നു. യൂയം കുത്ര ഗച്ഛത. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? കുത്ര ഗച്ഛത, എങ്ങോട്ട് പോകുന്നു? അപ്പോ സ്റ്റുഡൻസ് റിപ്ലൈ ചെയ്യുന്നു. ഛാത്രാഹ വയം സഭാഗാരം ഗച്ഛാമഹ. സഭാഗാരം എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയം. ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. ശിക്ഷിക ടീച്ചർ ചോദിക്കുന്നു. യുഷ്മാകം പുസ്തകാനി കുത്ര സന്ധി. യുഷ്മാകം പുസ്തകാനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുക്സ് എവിടെയുണ്ട്? കുത്ര സന്ധി, എവിടെയുണ്ട്? അപ്പൊ സ്റ്റുഡൻസ് പറഞ്ഞു. ഛാത്രാഹ അസ്മാകം പുസ്തകാനി അത്ര സന്ധി. ഞങ്ങളെ ബുക്സ് ഇവിടെ തന്നെയുണ്ട്. ഇത് ചുമ്മാ നോർമൽ, നമുക്ക് കുറച്ച് ഗ്രാമർ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ഗ്രാമർ മനസ്സിലാക്കാനായിട്ട് വെറുതെ തന്നേക്കണ കോൺവെർസേഷൻസ് ആണ്. അടുത്ത കോൺവെർസേഷൻ നോക്കാം. ശിക്ഷക ടീച്ചർ. ഛാത്രോ യൂയം കിം കുരുത. അപ്പോൾ സാറ് ചോദിക്കുവാണ് സ്റ്റുഡൻസിനോട്, രണ്ട് പിള്ളേരോട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോ ആ രണ്ട് പിള്ളേർ പറയുന്നു. ഛാത്രോ എന്ന് പറഞ്ഞാൽ ഈ ടു സ്റ്റുഡൻസ്. ആചാര്യ ആവാം ശ്ലോകം ഗായാവഹ. ഞങ്ങൾ രണ്ടുപേരും ശ്ലോകം പാടുകയാണ്. ഗായാവഹ എന്ന് പറഞ്ഞാൽ പാടുന്നു. ശിക്ഷക ടീച്ചർ ചോദിക്കുക. ശോഭനം ഗുഡ്, നല്ല കാര്യം. കിം യുവാം ശ്ലോകം ന ലിഖതഃ. നിങ്ങളപ്പോ എന്താ ശ്ലോകം എഴുതാത്തെ? ശ്ലോകം എഴുതിക്കൂടെ? ഛാത്രോ ആവാം ലിഖാവഹ. ഞങ്ങൾ എഴുതുന്നുണ്ട്. പഠാവഹ അത് പഠിക്കുന്നുമുണ്ട്.
ഗായാവഹ പാടുന്നുമുണ്ട്. ചിത്രാണി അഭിരചയാവഹ അതിന്റെ പിക്ചേഴ്സ് ഞങ്ങൾ വരയ്ക്കാറുമുണ്ട്. അതാണ് ഈ പിള്ളേർ പറഞ്ഞത്. ലിഖാവഹ എന്ന് പറഞ്ഞാൽ എഴുതാറുണ്ട്, പാടാവഹ എന്ന് പറഞ്ഞാൽ പഠിക്കാറുണ്ട്, ഗായാവഹ പാടാറുണ്ട്, ചിത്രാണി അഭിരചയാവഹ അതിന്റെ ചിത്രങ്ങൾ വരയ്ക്കാറുമുണ്ട്. അപ്പൊ ശിക്ഷക സാറ് പറഞ്ഞു ബഹുശോഭനം നല്ല കാര്യം, വെരി ഗുഡ്. അപ്പൊ ഇതൊക്കെ കുറച്ച് കോൺവെർസേഷൻസ് ആണ്. ഇതിൽ നമ്മൾ കുറെ വേർഡ്സ് കണ്ടിട്ടുണ്ട് ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ളത്. തവ, അതുപോലെ മമ, അതിന് ഉത്തരം പറയുമ്പോ എന്നാണ് വരുന്നത് മമ. അതുപോലെ അത് തവ വരുമ്പോ എൻഡിങ് എങ്ങനെയായിരിക്കും. അതുപോലെ യൂയം, വയം, വയം ഒക്കെ വരുമ്പോ എൻഡിങ് എങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് ഇപ്പോൾ പഠിച്ചേക്കണ ഈ വേർഡ്സിന്റെ മീനിങ്സ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കോൺവെർസേഷനിൽ വന്ന ഗ്രാമർ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ബോർഡിൽ എഴുതി കാണിച്ചു തരാം. നമുക്ക് ഇനി ഇതിന്റെ വേർഡ് മീനിങ്സ് നോക്കാം. ഇതൊക്കെ നമ്മൾ എക്സാമിന് ഈ ഓഗസ്റ്റിലൊക്കെ എക്സാം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇതിലൊക്കെ മീനിങ്സ് എല്ലാ ചാപ്റ്ററിൽ നിന്നും 2 വേർഡ്സിൽ വീതം എക്സാമിന് നിങ്ങൾക്ക് മീനിങ്സ് എഴുതാനായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കണം, പഠിച്ചു വെക്കണം. അപ്പോൾ ഓരോ മീനിങ്സ് നമുക്ക് നോക്കാം. സംഗണക യന്ത്രാണി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ. അസ്മാകം അവർ, അതായത് നമ്മുടെ. വയം വി ഞങ്ങൾ. തവ യുവർ നിന്റെ. ത്വം യു അതായത് നീ. ഏവ ഓൺലി ഇത് മാത്രം. അഭി ഓൾസോ ഇതും കൂടി. ഇദാനീം നൗ ഇപ്പോൾ മുതൽ. ആവാം വി ടു നമ്മൾ രണ്ടും. മിത്രേ എന്ന് പറഞ്ഞാൽ 2 സുഹൃത്തുക്കൾ, 2 ഫ്രണ്ട്സ്. സ്വഹ വി ടു ആർ നമ്മൾ 2 പേരും കൂടി. യൂയം യു നിങ്ങളെല്ലാവരും. ആചാര്യ ഓ ടീച്ചർ. യുഷ്മാകം നിങ്ങൾ എല്ലാവരുടെയും. കുത്ര വെയർ എവിടെ. സഭാകാരം ഓഡിറ്റോറിയം അല്ലെങ്കിൽ അസംബ്ലി ഹാള്. യുവാം യു ടു നിങ്ങൾ രണ്ടും. ആചാര്യ ടീച്ചർ. ശോഭനം വെരി ഗുഡ് അല്ലെങ്കിൽ ഗുഡ്. ഗായാവഹ 2 പേര് എഴുതുന്നു. രചയാവഹ നിങ്ങൾ 2 പേര് ഉണ്ടാക്കുന്നു. അപ്പൊ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ ഇതിന് ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്നാലും നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് പ്രോപ്പർ ആയിട്ട് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ എക്സസൈസ് സെക്ഷൻ തുടങ്ങാം. താങ്ക് യു.